പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കുകളിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ്, നിനക്ക് അത് പറഞ്ഞുകൂടായിരുന്നോ, നിൻ്റെ വായിൽ പഴമായിരുന്നോ, നിനക്ക് ആ സമയത്ത് അത് എന്നോട് പറയാമായിരുന്നില്ലേ എന്നൊക്കെ ഭർത്താവ് ചോദിക്കുമ്പോൾ ഭാര്യ അന്ധാളിച്ച് നിൽക്കുന്നത്, ഞാൻ ഈ മനുഷ്യനോട് എൻ്റെ വികാരം എത്ര തവണ പ്രകടിപ്പിച്ചതാണ്, എന്നിട്ടും ഇയാൾക്കിത് മനസ്സിലാകുന്നില്ലേ എന്നുള്ള കാര്യത്തിലാണ്. പുരുഷൻ ഒരിക്കലും വാക്കുകളിലൂടെ അല്ലാത്ത കാര്യങ്ങൾ പിടികിട്ടാൻ പ്രയാസമാണ്. സ്ത്രീകൾക്ക് ഈ സിദ്ധി സാധിച്ചതിന് ഒരു സാംസ്കാരിക പശ്ചാത്തലം കൂടി ഉണ്ട് എന്നാണ് ചില മനഃശാസ്ത്രജ്ഞന്മാരുടെ വാദം. അതായത് ഇന്ത്യ പോലെയുള്ള മിക്കവാറും ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും സ്ത്രീകൾ പൊതു സ്ഥലത്ത് വന്ന് അവരുടെ വികാരങ്ങൾ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നത് അത്ര സ്വാഗതാർഹമല്ലാത്ത ഒരു സാംസ്കാരിക പശ്ചാത്തലമാണ് ഉള്ളത്. അവിടെ നിന്നാണ് വാക്കുകളിലൂടെ അല്ലെങ്കിലും, വാക്കുകൾ ഉപയോഗിക്കാൻ അനുവാദമില്ലാതിരുന്ന കാലഘട്ടത്തിലും അവനവൻ്റെ വികാരങ്ങൾ വാക്കുകളിലൂടെ അല്ലാത്ത നോൺ വെർബൽ ക്യൂസിലൂടെ അത് പ്രകടിപ്പിക്കാനുള്ള സിദ്ധി അവർ കൈവരിച്ചത് എന്നാണ് ചില മനഃശാസ്ത്രജ്ഞന്മാരുടെ വാദം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമൊത്ത് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണുന്നു എന്ന് വിചാരിക്കുക. അതൊരു പക്ഷേ ഭർത്താവിൻ്റെ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ പരിചയക്കാരനായിരിക്കാം. അയാളോട് സംസാരിച്ച് കഴിഞ്ഞ് എളുപ്പത്തിൽ തന്നെ അയാളെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങളുടെ ഭാര്യയ്ക്ക് പിടികിട്ടും. അയാൾ അത്ര ശരിയല്ല എന്ന് നിങ്ങളുടെ ഭാര്യ പറയുകയാണെങ്കിൽ അത് ഏറെക്കുറെ പൂർണ്ണമായിരിക്കും. കാരണം ഇതുപോലെയുള്ള വികാരങ്ങൾ വാക്കുകളിലൂടെ അല്ലാതെ പ്രകടിപ്പിക്കാനുള്ള സിദ്ധി ശീലിച്ചതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വികാരങ്ങളെ സ്വന്തം മനസ്സിലേക്ക് വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കഴിവും ഇവർക്കുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്നത് എന്താവശ്യത്തിനാണ്? വിശന്നിട്ടാണോ, അല്ലെങ്കിൽ ഉറുമ്പ് കടിച്ചിട്ടാണോ, അതെങ്കിൽ മൂത്രമൊഴിച്ച തുണി നനഞ്ഞിട്ടാണോ എന്നൊക്കെ കരച്ചിലുകളിലൂടെ തന്നെ മിക്കവാറും സ്ത്രീകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതും അവർക്ക് ഈ കഴിവുള്ളത് കൊണ്ടാണ്. പണ്ട് ഒരു തത്വചിന്തകൻ തമാശ രൂപേണ പറഞ്ഞത് ഓർക്കുന്നു. നിങ്ങളുടെ ഭാര്യയോട് ഒരു നുണ പറയണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തലയിലൂടെ ബ്ലാങ്കറ്റ് മൂടി അത് പറയുക, അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ പിടിക്കപ്പെടും. ഓക്കെ, താങ്ക് യു.